ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അവിഹിത ആരോപണവുമായി കെ.എസ്.യു. നേതാവ്. മന്ത്രിയുടെ അവിഹിത ബന്ധം ഭാര്യ കൈയോടെ പൊക്കിയെന്നും ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിട്ട് പോലീസ് നടപടിയെടുത്തില്ലെന്നും കെ.എസ്.യു. നേതാവ് ആരോപിച്ചു. കെ.എസ്.യു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണനാണ് ഫേസ്ബുക്കിലൂടെ ആരോപണം ഉയർത്തിയത്. സംസ്ഥാന മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ വ്യഭിചാരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന ചോദ്യവുമായാണ് കുറിപ്പ്. ഗണേഷ് കുമാറിന്റെ ഭാര്യ അവിഹിതം കൈയോടെ പൊക്കിയെന്നും മൊബൈലിൽ തെളിവുകൾ ശേഖരിച്ചുവെന്നും പറയുന്നു. ഇതിനിടെ ഭാര്യയുടെ മൊബൈൽ മന്ത്രി കൈക്കലാക്കാൻ ശ്രമിച്ചതായും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഭാര്യയെ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും നടപടിയുണ്ടായില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. താൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ തനിക്കെതിരെ മന്ത്രി കേസ് കൊടുക്കട്ടെ എന്നും കെ.എസ്.യു. നേതാവ് വെല്ലുവിളിക്കുന്നു. 2 ദിവസം മുൻപ് ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് വാളകത്തെത്തിയതായാണ് വിവരം. എന്നാൽ സംഭവത്തിൽ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകിയതായാണ് വിവരം. സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഇതാദ്യമായല്ല മന്ത്രിക്കെതിരെ ആരോപണം ഉയരുന്നതെന്നും മുൻപുണ്ടായ സംഭവങ്ങളെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പോസ്റ്റുകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ജനം, കൊല്ലം.